നമ്മളിന്ന് ഫുട്ബോൾ സ്കില്ലിൻ്റെ പാർട്ട് 2 അപ്പോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആദ്യത്തേത് നമുക്ക് പെയിൻറ്റിങ് പഠിക്കാം. ആദ്യം നമുക്ക് ഇൻസൈഡ് ഫുഡ് വെച്ചത് ഇൻസൈഡ് ഫുഡും ഔട്ട്സൈഡ് ഫുഡും. നിങ്ങളുടെ ഇൻസൈഡ് ഫുഡ് ഇത്, ഇൻസൈഡ് ഫുഡ് ഇത്, ഔട്ട്സൈഡ് ഫുഡ് ഇത്. ഇതാണ് നിങ്ങളുടെ ഇൻസൈഡ് ഫുഡ്, നടുക്കിരിക്കുന്ന ഭാഗം. ഔട്ട്സൈഡ് ഫുഡ് ഇവിടെ ഇത് ഔട്ട്സൈഡ് ഫുഡ്. ഇതാണ് നമ്മുടെ ബോൾ, അതെല്ലാവർക്കും അറിയാം. അല്ലേ, നമ്മൾ ഇങ്ങനെ നമുക്ക് തീരണമെങ്കിൽ ഔട്ട്സൈഡ് ഫുഡ് മതിയാണ് തിരിക്കുന്നത്. അത് നമുക്ക് ടിക്ടാക്ക് ചെയ്യണം. വേണ്ട, അത് ഇൻസൈഡ് ഫുഡ്. ഇനി എനിക്ക് ഒന്ന് പറയാനുണ്ട്. ഓക്കെ, ഞാൻ ഇച്ചിരി ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ഇൻസൈഡ് ഫുഡ് എന്ന് വെച്ചാൽ പിന്നെ ഔട്ട്സൈഡ് ഫുഡ് എന്ന് വെച്ചാൽ എടാ അവിടെ ക്യാമറ അടിക്കാൻ. ഓക്കെ, ഞാൻ കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ആദ്യം ഞാൻ ഒരു ഔട്ട്സൈഡ് ഫുഡ്, അത് ഔട്ട്സൈഡ് ഫുഡ് വെച്ച് അത് ഔട്ട്സൈഡ് ഫുഡ് തന്നെയാണ്, പക്ഷേ ഇച്ചിരി ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ വേണ്ടേ, നമുക്ക് ഓരോരുത്തർ വെട്ടിച്ച് പോകാൻ പറ്റും. അങ്ങനെ വെച്ച് ഔട്ട്സൈഡ് ഫുഡാണ് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്നത്. നിന്നെ വെട്ടിക്കുന്ന ഞാൻ കാണിച്ചു തരാം. അല്ല, ഒരു ട്രിക്ക് കൊടുക്കും, ഒരു സ്കില്ല് പഠിച്ചു തരാം നിങ്ങൾക്ക്. അത് പോളിഷ് സ്കില്ലായിരിക്കും. അതൊരു പെയിന്റിങ് സ്കില്ലാണ്. അത് തന്നെ പോളിഷ് സ്കില്ലല്ലേടാ. യെസ് ഗൈസ്, നമുക്ക് വെട്ടിക്കാൻ അത് വെട്ടിക്കാൻ നമുക്ക് സിമ്പിളാണ്. സോറി ഗൈസ്, ഏകദേശം അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ആക്കി അങ്ങോട്ട് അടിക്കണം. അപ്പൊ നമ്മുടെ ഇങ്ങോട്ടേക്ക് ആക്കുമ്പോ നമ്മുടെ എതിരാളി ഇങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മൾ ഈ ബാക്കിൽ ഫുട്ടുമ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ എന്നിട്ട് ഓടിക്കയറണം. നോക്കിയോ, കാണിക്കണേ, കാണുന്നുണ്ടല്ലോ. ഇങ്ങോട്ടാകുക, അപ്പൊ എതിരാളി ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോകും. പിന്നെ ഈ ഭാഗം ഉണ്ടോ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് അങ്ങനെ ബോൾഡാണ് പോയി ഗോൾ. അത് നമുക്ക് സിമ്പിളായിട്ട് ഗോൾ അടിക്കണം. നല്ല സിമ്പിൾ. അടുത്ത ഞാൻ പറയാം. ഒരു വട്ടം കൂടെ അടുത്ത ഞാൻ ഒരു റോൾ ചോപ്പാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങളെ റോൾ ചോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിന്ന് കുറേ പഠിക്കുന്നതായിരിക്കും. ഇന്ന് വീഡിയോ ലോങ് കാണിക്കും ഗൈസ്, ലോങ്. അപ്പോൾ ഇന്ന് കുറേ പഠിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് റോൾ ചോപ്പ് ചെയ്യാം. ഇതാണ് റോൾ ചോപ്പ്. ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ റോൾ ചോപ്പ് ഇതാണ്. അത് എഡിറ്റ് ചെയ്ത് അപ്പോൾ ആയോ. അപ്പോൾ റോൾ ചോപ്പ് ഞാൻ ഒന്നും കൂടെ കാണിച്ചുതരാം. എഡിറ്റ് ചെയ്ത് ഗൈസ്, ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെറുതെയാണ്, ഒന്നുമില്ല. അതൊരു രസത്തിന് എഡിറ്റ് ചെയ്യണം. റോൾ ചോപ്പ് ആദ്യം പഠിപ്പിക്കാം. ഇങ്ങനെ റോൾ എന്ന് വെച്ചത് ചോപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്നത് റോൾ സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിനി ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. ഇത്രേ ഉള്ളൂ റോൾ ചോപ്പ്. അടുത്ത് നമുക്ക് എൻ്റെ വക അല്ലടാ സോൾട്ട്. ആദ്യം സോൾട്ടാ പോകുന്നത് ഗൈസ്. അത് നമ്മൾ ഇങ്ങനെ വോക്ക് ചെയ്തില്ലേ, ഇതാണ്ട് ഇങ്ങനെ കാല് വയ്ക്കുക. അത് ഫുട്ബോൾ ചെയ്താൽ മതി. ഇത് ഫുട്ബോൾ ഇല്ലാതെ ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ബോൾ ഉണ്ടെങ്കിൽ പിന്നെ ബാക്ക് സോൾട്ട് ടാപ്പ്. അത് നിങ്ങൾ സോൾട്ട് ടാപ്പ് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഫ്രണ്ട് സോൾട്ട് ടാപ്പ്. ഫ്രണ്ട് സോൾട്ട് ടാപ്പ് ഇച്ചിരി ഉറക്കം പാടാണ്, അത് ഞാൻ പഠിക്കും. എന്നാലും നിങ്ങളത് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കണം. ഫ്രണ്ട് സോൾട്ട് ടാപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ സോൾട്ട് ടാപ്പ് ഫ്രണ്ടിലോട്ട് ചെയ്ത് വേണം. നമ്മുടെ ഫ്രണ്ടിലോട്ട് ചിലവർ പോകുമ്പോഴാ അങ്ങോട്ടൊക്കെ പോവുക. അപ്പോൾ അത് റോങ് ആണ്. അത് റോങ്. അപ്പോൾ അത് പോകാതിരിക്കാൻ ഞാൻ കാര്യം ചെയ്യുന്നത്. നമ്മുടെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം പൊങ്ങിയിരിക്കുന്ന ഈ ഭാഗം കണ്ടോ, അത് എല്ലാവർക്കും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുണ്ട്, നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇച്ചിരി പൊങ്ങിയിരിക്കുന്നു. ഈ ഭാഗം നമ്മളിവിടെ ടച്ച് ചെയ്യുന്നു. അത് നമ്മൾ ഫ്രണ്ടിലോട്ട് നീക്കി കൊണ്ടുപോകണം. ദൂരെ പോയി പിന്നെ ദൂരെ പോവാം, എന്നാലേ കൂടുതൽ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഉണ്ണീനെ കാണിക്കും. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെയിൻറ്റിംഗ് ആണ്. നമ്മുടെ അമ്പാടി ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, ഇത് പഠിപ്പിച്ചോ. അതല്ല, അത് ഡാൻസ് അല്ലേ ഇപ്പം നീ കാണിച്ചേ. നമ്മൾ അങ്ങോട്ട് അടിക്കണം. അവനെ അറിയാം. ഇങ്ങനെ ആക്കിയിട്ട് ഫ്രണ്ടിലേക്കല്ല സൈഡിലേക്ക്. പിന്നെ അതൊന്നുമില്ല ഗൈസ്. പിന്നെ ആ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാലം കൊണ്ടാണ് കാണിച്ചത്, അപ്പുറത്തെ കാലം കൊണ്ടും ചെയ്യാം. ഇങ്ങനെ അപ്പോൾ ഇവനൊരു പെയിൻറ്റിങ് പഠിപ്പിച്ചു തരുന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ പിന്നെ നോക്കാം.
എൻ്റെ ക്യാമറ ഒന്നും കൂടെ കണ്ടില്ല, ഒന്നുകൂടെ. ആ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അവൻ ഇങ്ങോട്ട് പോകുമ്പോ കാണിച്ചു തരാം. ആ ഞാനാ ഇപ്പൊ അവൻ്റെ എനമി വിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പൊ നമ്മൾ ഇതിൽ കൂടെ കേട്ടിട്ടുണ്ടോ? എന്നിട്ട് അവൻ ഗോൾ അടിക്കും. ബാക്കായിട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട്. അവൻ ഹൈറ്റ് വെക്കാൻ വരുവാണ് ഈ സമയത്ത്. വേണ്ടേ ഇങ്ങോട്ട് ചെയ്തിട്ട് ഇതുപോലെ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടിച്ച് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാന്ന് വിചാരിക്കുന്നു നോക്കൂ. നമ്മൾ ഇങ്ങോട്ടാക്കുമ്പോൾ എതിരാളി ഇങ്ങോട്ട് പോകും. നമ്മൾ ഇങ്ങോട്ടാക്കുന്നതിന് മീൻസ് എതിരാളി പറയുന്ന വെച്ചാൽ ഇങ്ങനെ ഔട്ട് സൈഡ് ഫുട്ട് അങ്ങനെയല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട് സൈഡ് ഫുട്ട് വെച്ചിട്ട് അതുപോലെ അല്ല. നോക്ക് ഇങ്ങോട്ടാക്കും, അപ്പോൾ എതിരാളി ഇങ്ങോട്ട് പോകും. അടുത്ത ഞാൻ കാണിച്ചിട്ടാം. അപ്പോൾ നമ്മൾ ക്യാമറ മാറുവാണ്, ഷെയർ ചെയ്യുകയാണ്. എന്നാ പിന്നെ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോയി നമുക്ക് അവിടെ പോയിരുന്ന് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഡ്രിബ്ലിംഗ് ഒക്കെ ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മൾ ലേസ് ബാൾഡ് വെച്ച് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് പോകണം. ജസ്റ്റ് ഒന്ന് കാണിക്കൂ, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. വേണ്ടേ മാക്സിമം 2 കാലം വെച്ച് ചെയ്യാൻ നോക്കണം. ജഗ്ലിങ് എനിക്കിപ്പോൾ പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ആകെ 22 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങൾ എന്താണ് സബ് ലൈക്ക് ബട്ടണൊക്കെ അമർത്തിയേക്ക്, ഒരു പ്രോബ്ലം ഇല്ല. നല്ല വീഡിയോ തരും ഗൈസ്. ഇടുന്നത് നമ്മുടെ കാണത്തിയിരിക്കുന്നു ഗൈസ്. ഗൈസ് കോൺ തറ പോയി. ഓക്കെ, നമ്മൾ സിഗ്സാഗ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് കോൺ ഇവിടെ വെച്ചു. പിന്നെ അത്യാവശ്യത്തിന് ഡിസ്റ്റൻസിന് അവിടെ വെച്ചു. എന്നിട്ട് നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് ഇടണം. പിന്നെ ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് വീണ്ടും അതേപോലെ വീണ്ടും ഇച്ചിരി ബാക്കിലോട്ട് വേണം. ഇവിടുന്ന് ഇവിടെ വരെ ഇനി അവൻ സിഗ്സാഗ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരണം. ഇതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഔട്ട് സൈഡ് ഫുഡ് പഠിപ്പിച്ചേ. ഇൻസൈഡ് ഫുഡ് അടുത്ത് ഞാൻ വരുമ്പോൾ ഔട്ട് സൈഡ് ഫുഡും വെച്ച് കാണിച്ചു തരാം. എനിക്ക് ഓക്കെ ഗൈസ്, അവൻ രണ്ടും വെച്ച് ചെയ്യുന്ന ചാലഞ്ച് ഇട്ടു. ഇങ്ങനെ പോകും, പിന്നെ ഒന്നും കൂടെ അങ്ങോട്ട് വന്ന് ബോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിലെത്തും. അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അവൻ എനിക്ക് പാസ് തരും. ആരാണ്ട് വിളിച്ചാണ്, അതൊന്നും കാര്യമാക്കണ്ട. തുടങ്ങി. ഓക്കെ എപ്പോഴും തെറ്റാണ്. അപ്പോൾ ഗൈസ് ഗൈസ് നേരത്തെ അങ്ങനെ ചെയ്യണമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അമ്മമ്മയാണ്. അതിപ്പോൾ എന്തായാലും നല്ലതാണ് നമുക്ക്. ഓക്കെ, ഇങ്ങനെ ഇത് പാസ് കൊടുത്ത് ക്യാമറമാനാവും. ഷൂട്ട് അത് ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ഇതാവും. കോണിന്റെ ഓർഡർ താണ്ടേ ഫസ്റ്റ് ഫ്ലോപ്പായി. ഗൈസ് ഞാൻ എൻ്റെ കാല് മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് ഈ കോണ്
ഓക്കെ ഗായ്സ് ഒരെണ്ണം വീണില്ല അവന് എടാ എല്ലാം വീഴുന്നു. ഗായ്സ് വേണ്ട ഒരെണ്ണം വീണില്ല രണ്ടെണ്ണം വീണില്ല അടുത്ത നമുക്ക് വെച്ചാൽ അവന് 2 മാർക്ക് കിട്ടി. അടുത്ത എൻ്റെ ഊരാണ് എഡിറ്റ് ചെയ്തേ. അപ്പൊ ഗൈസ് ഇതാണ് തുടങ്ങാം. എൻ്റെ ഊരാണ് നമ്മൾ ആദ്യം. അപ്പൊ എനിക്ക് 4 out of 2 ആണ്. അത് ഭയങ്കര വേണ്ട ഞങ്ങൾ വരുന്നില്ല. ആ ചെയ് ഓ ആ 0 ആ ഔട്ട്. ഗൈസ് അവനെല്ലാം തട്ടി വരുത്തി. ആ സമയത്ത് തന്നെ എൻ്റെ എഡിറ്റ് അതൊന്ന് നോക്കട്ടെ ഗൈസ്. അത് നമ്മുടെ മുകേഷിനെ പറ്റിയാണ്. ഓക്കെ അവൻ 4 out of 2. ഇനി നമുക്ക് ഇച്ചിരി വേറെ എന്നാ ക്യാമറമാനാവടാ നോക്കിയിരിക്കാതെ. ഇത് സാറിന് ലൈറ്റൊക്കെ ഓണാക്കി വെച്ചേ. നീ തന്നെ ഓക്കെ ബൈ. നമുക്ക് ഇച്ചിരി പുറത്ത് പോയിട്ട് ഓടിക്കാം. കാരണം പുറത്താണ് കാണല്. അവിടെ ഇവിടെ ആണെങ്കിൽ സ്പേസ് ഇല്ല. ആ മുകേഷിന് അത് പോട്ടെ. അപ്പോഴത്തേക്കിന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇച്ചിരി നമ്മൾക്ക് പാസ് നിങ്ങൾക്ക് കാണാമോ എന്നെ? അയ്യോ ഫോൺ തറയുണ്ട് ഗൈസ്. അന്ന് ജസ്റ്റ് മാറ്റർ ഒന്നും ചെയ്യണ്ടോ. ഇങ്ങനെ എന്നെ കാണാമല്ലോ നിങ്ങൾ പാസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 കോൾ കളി പാസ് ചെയ്ത് അപ്പൊ ഗൈസ് പാസ് ചെയ്യാം. കാണുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന്. നോക്കിയിട്ടൊന്ന് കാണുന്നു. നമ്മൾ കാണാല്ലേ? കാണാലോ നമുക്കിപ്പോൾ കാണാം. ഓക്കെ കാണാലോ. ഗൈസ് ഒന്ന് എടുക്കുകയാണേ. ഒരാവശ്യമുണ്ട്. നമ്മൾ എടുക്കുന്നുണ്ട്. ഗൈസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കും. കാണുന്നുണ്ടെന്ന് വിചാരിക്കും. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി. കാണുന്നുണ്ടെങ്കിൽ വേറെ വീഡിയോ നമ്മൾ അയക്കും. സംഭവം ഇപ്പൊ നിങ്ങൾക്ക് 2 കോൾ ഇവിടെ കാണാൻ പറ്റും. അത് പാസ് ബാക്കിലേക്ക് വെച്ചേ. നല്ല ബാക്കി സംഭവം എന്ന് വെച്ചാൽ പാസ് ആണ്. നമ്മുടെ എക്സൈസ് ഫുഡ് കൊണ്ടാണ് പാസ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ചെയ്യുന്നതും. അപ്പൊ നമ്മൾ ആദ്യം മറ്റേ നേരെ പാസ് ചെയ്യും. അപ്പൊ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവും. നമ്മൾ പാസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന ഈ സമയത്താണ്. അതെ പാസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഒരിക്കലും ഔട്ട്സൈഡ് ഫുഡ് കൊണ്ട് ചെല്ലും. കാരണം നമ്മുടെ ലേസ് പാട്ട് കൊണ്ട് ചെല്ലും. കാരണം നമ്മൾ ചിലവര് ഈ സൈഡും കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പൊ നമ്മൾ ഈ സൈഡ് ഫുഡ് കൊണ്ട് ചെയ്യണം. ഈ സൈഡ് ഫുഡ് കൊണ്ട് പാസ് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് കളി വരുമ്പോൾ നല്ലതായിരിക്കും. നേരെ പാസ് ചെയ്യണം. അടുത്ത പിന്നെ നമുക്ക് ഇൻസൈഡ് ഫുഡ് കൊണ്ട് തന്നെ പാസ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യണം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ബൈ. നിങ്ങൾ കണ്ടെന്ന് വിചാരിച്ചു അല്ലേ? കണ്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലെന്ന് വിചാരിച്ചു ഞങ്ങളെ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഇടാം. നമുക്ക് ഒന്നും കൂടി ഇടാം. ഈ പ്രാവശ്യം നന്നായിട്ട് കാണാം. ഈ പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ വയ്ക്കുന്ന കാണാവോ? കാണാമോ നോക്കട്ടെ. ഓക്കെ ഗൈസ് നിങ്ങൾക്ക് കാണാല്ലേ? ഓക്കെ ഞാൻ കോണിട്ട് അറിയാതെ ഞാൻ ഇതേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയാൻ പോയത്. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു മിനിറ്റ് ആവശ്യമില്ല. ഇതും കൂടെ ആളും കൂടെ ഇച്ചിരി ഫ്രണ്ടിൽ. ഓക്കെ ഗൈസ് കാണാൻ മതി. ആരെങ്കിലും കണ്ടാൽ മതി. അത്രേ ഉള്ളൂ ഗൈസ്. അത് പൊങ്ങിയിരിക്കണം. കാണാൻ പറ്റത്തില്ല. ഉണ്ണിക്കുട്ടൻ ഇപ്പൊ ആ മതിൽ അടിച്ചാൽ അത് കുഴപ്പമില്ല. ഇങ്ങോട്ട് അല്ല അത് കാണാം. അത് കുഴപ്പമില്ല.
ഇവിടെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു ഇൻസൈഡ് ഫുഡിന്റെ പഠിപ്പിച്ചു കൊടുത്തു. ഈ സൈഡ് പാസ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഈ സൈഡ് കൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഇൻസൈഡ് ഫുഡ്. മാക്സിമം നിങ്ങൾ ലെഫ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. എന്താണ് നല്ല വീഡിയോസ് ഇടുന്നത്. പിന്നെ ഒരു വർഷമായി പക്ഷെ പുതിയ കുറച്ച് വീഡിയോസ് ഇട്ടു. എന്തായാലും നമ്മൾ ഇനി ദിവസം വരുന്ന എല്ലാം പുതിയ വീഡിയോ ഇടും അല്ലേ. അപ്പൊ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.